എൻ്റെ എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹസമ്പൂർണമായ 2015 ഞാൻ ആശംസിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒരു വർഷം കൂടെ നമ്മെ വിട്ട് കടന്നുപോയി. 2014 നാം ആഗ്രഹിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ജീവിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ മുന്നേറുന്നതിനോ ഒരുപക്ഷെ സാധിച്ചില്ല എന്ന് വരാം. എന്നാൽ പല പ്രിയപ്പെട്ടവരും അതിനെ ഓർത്ത് ചിന്തിച്ച് ദുഃഖിച്ച് നഷ്ടപ്പെട്ട നാളുകളെ ഓർത്ത് ഭാരപ്പെട്ട് കഴിയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി കരുതി വേല ചെയ്യുക നാം എന്ന് ഉള്ള കവിവചനം പോലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെട്ടതുകൊണ്ട് ഒരർത്ഥവുമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് 2015 ദാനമായി നൽകിയിരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത ചുവടുകൾ നീങ്ങുന്നത്? ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? എൻ്റെ ഭാവി എന്തായിരിക്കും? എൻ്റെ പ്ലാനുകളും പദ്ധതികളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറുമോ എന്നുള്ള ചിന്താഭാരം നമ്മുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ കടന്നു വരാം. എന്നാൽ വളരെ വ്യക്തമായി യേശുക്രിസ്തു നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ തലയിലെ ഒരു മുടി നിലത്ത് വീഴുന്നത് വരെ ഞാൻ അറിയുന്നു. അത്ര കരുതലോടുകൂടി അത്ഭുതകരമായ സൂക്ഷ്മതയിലാണ് ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നത് എന്ന് നാം എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളണം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകൾക്കും ആവശ്യമായ ധൈര്യവും പ്രത്യാശയും യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്ത വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നുള്ള വചനം നാം ഓർക്കണം. എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ദൈവം. എൻ്റെ ഓരോ ചുവടുകളുടെയും കുറവുകൾ തീർക്കുവാൻ എൻ്റെ ദൈവം എന്നോടുകൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് 2015 നമുക്ക് നേരിടാം. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം വളരെ വ്യക്തമായിട്ട് നമുക്കുണ്ട്. അവൻ നിങ്ങളോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എന്തൊരു ഉറപ്പാണ് അതിലുള്ളത്! ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ നാളും സർവശക്തനായ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി തന്നെ ജീവൻ നൽകിയ യേശുക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കാം. അവൻ എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നുവെന്ന് ആസാഫ് പറഞ്ഞതുപോലെ ദുർഘടമേടുകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. എന്നാൽ ഓർത്തുകൊള്ളണം, അവൻ നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ആ ഉറപ്പോടുകൂടെ 2015 ഓരോ ദിവസങ്ങളെയും നേരിടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിരാശ കടന്നു വരികയും ഭാവിയെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ കടന്നു വരികയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ആ ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് 2015 ഓരോ ദിവസവും നൽകട്ടെ. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങളുടെ അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും, മീഡിയകളിൽ കൂടെ ആയാലും മറ്റ് രീതികളിലായാലും എവിടെ തിരിഞ്ഞാലും ലോകത്തിൻ്റെ ഭൗതിക ജഡീക സന്തോഷങ്ങൾ മാത്രം നാം കാണുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ അകത്തെ മനുഷ്യൻ, അതിനാണ് പ്രാധാന്യം. യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടത്തക്കവണ്ണം ഓരോ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം പുലർത്തുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുവാനിടയായിത്തീരും. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ള ഒരു യേശു ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നമ്മോട് കൂടെ ഇരിക്കാം എന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. 2015 നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. നിരാശകൾ മാറിപ്പോകുന്ന വർഷമായി തീരട്ടെ. ദുഃഖം നീങ്ങുന്ന വർഷമായി തീരട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായി തീരുന്ന വർഷമായി തീരട്ടെ. ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ പുതിയ വർഷം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ സാമ്പത്തിക കഴിവിൽ കൂടെ എളിയവരെ ആശ്വസിപ്പിപ്പാൻ,
അങ്ങനെ നമ്മിൽ തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, സാമ്പത്തികം, പണം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ഓരോ ദിവസവും 2015 ഓരോ ദിവസവും ഫലകരമായി യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി മറ്റുള്ളവർക്കായി ജീവിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഒരു പുതിയ വർഷം അനുഗ്രഹ സമ്പൂർണമായി നിങ്ങൾക്കേവർക്കും തീരട്ടെ എന്ന് സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രരായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ ഒരു വർഷം അവിടുത്തെ മഹാകരുണയും കൃപയും ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ അവിടുന്ന് പോറ്റി പുലർത്തി പരിപാലിച്ചു. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകിയതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. എന്നാൽ അനേക പരാജയങ്ങളും വീഴ്ചകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. 2015 ദിനങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹ സമ്പൂർണമായൊരു ജീവിതം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വലങ്കരം പിടിച്ച് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായി അവിടുന്ന് സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ, സാമ്പത്തികം എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ, കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിപ്പാൻ ഞങ്ങളുടെ കരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നീട്ടുവാൻ 2015 അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതപാതയിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. മറ്റുള്ളവർ ഞങ്ങളിൽ കൂടെ അവിടുത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വവും കർത്താവിനർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കണമേ. Dear friends, I wish you a happy and prosperous new year. God bless you.